വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങള് ഒരു ചെറിയ ഗെയിം ആയിട്ടാണ് വന്നേക്കുന്നത്. ഗെയിമും ചാലഞ്ച് അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഞങ്ങൾ രണ്ടുപേരും കാണാതെ ഞാനൊരു 5 വിയേർഡ് സ്നാക്സും അവൾ അതുപോലെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇതുവരെ കഴിക്കാത്ത സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചേക്കണേ. ഞാൻ കണ്ടിട്ടുള്ള സാധനങ്ങൾ, പക്ഷെ അതെനിക്ക് ഒരിക്കലും കഴിക്കണ്ടെന്ന് തോന്നിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല ഞങ്ങൾ എന്താ വാങ്ങിച്ചേക്കണേന്ന്. അപ്പൊ ഞങ്ങൾ ഓരോന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം നോക്കാം എന്താവുമെന്ന്. അപ്പൊ ആദ്യം ഞാൻ കാണിക്കാം. ഓക്കെ, ഞാൻ 5 ഉണ്ട്. അതില് ഒരെണ്ണം കുറച്ച് നല്ലതാ, അത് ഞാൻ അവസാനത്തേക്ക് വെക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലെ ഞാൻ കണ്ടിട്ട് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. പക്ഷെ ഇത് ഞാൻ വാങ്ങിച്ച ഇത് ഒരു പ്രോട്ടീൻ ബാർ പോലത്തെ എന്തോ സാധനമാണ്. പക്ഷെ ഇത് ഭയങ്കര വിയേർഡ് ഫ്ലേവർ. ഇതില് സവർ പഫ് സ്വീറ്റ് പീച്ച് പഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലേവർ ആണ്. ഇത് ഞാൻ കഴിക്കാറില്ല സാധാരണ, പക്ഷെ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു ട്രൈ ചെയ്യാൻ വേണ്ടി. കൺസിസ്റ്റൻസി തന്നെ ഭയങ്കര വിയേർഡ് ആയിട്ടുണ്ട്. കളർ എന്താ വെള്ള കളറ്? ഞാൻ ഈ മഞ്ഞ കളർ വലിയ വെളിച്ചെണ്ണ പോലെ. എനിക്കറിയില്ല, സ്റ്റിക്കി ആട്ടാ, പൊടിക്കാൻ പോലും പറ്റാ. ട്രൈ ചെയ്യല്ലേ? ഓക്കെ, നീ അത് ട്രൈ ചെയ്യ. ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, 3, 2, 1. ഇത് മറ്റേ എന്തിന്റെ ടേസ്റ്റ്? ബബിൾക്കത്തിന്റെ. എനിക്കത് വീഴായിട്ട് തോന്നിയില്ല. എനിക്ക് ഇഷ്ടമുള്ള ടേസ്റ്റാ. മരുന്നിന്റെ ഒക്കെ ഒരു സുഖം, കുഴപ്പം ഇഷ്ടമുള്ളതല്ല. പക്ഷെ ഇത് ഓക്കെയാണ്, കടിക്കാൻ പറ്റുള്ള ജെല്ലി പോലെ ഉള്ളില്. ഇതിന്റെ കാണുമ്പോ നമുക്ക് ഇച്ചിരി ഇങ്ങനെ വിയേർഡായിട്ട് തോന്നും. പക്ഷെ പുറത്തെ കവർ കണ്ടതിന് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇത് സെയിം സാധനമല്ല. അതെ, പീച്ചിന്റെ ടേസ്റ്റ് ഒന്നും തോന്നുന്നില്ല. എന്തോ ഒരു കുഞ്ഞിലൊക്കെ നമ്മളിങ്ങനെ കപ്പ് സിറപ്പ് കുടിക്കില്ലേ, അതിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നിയ. എനിക്കൊക്കെ ഇഷ്ടമായിട്ടില്ല. അടുത്തത് ഞാൻ ഡ്യൂറിയൻ ക്യാൻഡി ആണ്. അപ്പൊ ഞാൻ പൊട്ടിക്കട്ടെ. ഞാൻ ഏഷ്യൻ സ്റ്റോറിൽ പോയി വാങ്ങിയതാ. അപ്പം ആക്ച്വലി അവിടെ ഡ്യൂറിയൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഫ്രൂട്ട് ഇങ്ങനെ ഭയങ്കര മണമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതിനോടൊരു ധൈര്യം ഇല്ല അത്രയും കഴിക്കാനായിട്ട്. ഇത് തുറന്നപ്പോ തന്നെ ഒരു മാറ്റം വരുന്നുണ്ട്. നോക്കാം. കാണുമ്പോ ചക്ക പോലെയുണ്ട് പുറം. ചക്ക പോലെ ഇരിക്കുന്ന വേറൊരു ഫ്രൂട്ടാണ്. വിയേർഡായിട്ടുള്ള മണമാണ്. കഴിക്കാം. നിന്റെ മണം പരിചയമുള്ള മണം. അത് മറ്റേ ഹാർഡ് ക്യാൻഡിയാ. പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്. അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. റിയലി അമേസിംഗ്. അത്ര കുഴപ്പമില്ല, എന്നൊരു വൃത്തിയുള്ള ചവ. ഐസ്ക്രീം പൊട്ടിക്കട്ടെ. തുറക്കണ്ട, വേസ്റ്റ് കൊണ്ട് എനിക്കിഷ്ടായില്ല. ഞാനല്ലേ അത്ര കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ബെറ്റർ സവർ എന്ന് പറഞ്ഞിട്ട് ഗുവാവ ആൻഡ് എന്താ കലാമൻസി ലൈം എന്ന് പറഞ്ഞിട്ട് ഒരു ഗമ്മിയാണ്. ഇപ്പൊ അത് മൊത്തം കഴിക്കേണ്ടി വരും. കുഞ്ഞിതാടി, അവന് ഫുൾ കഴിക്കേണ്ടി. എന്താ ഗുവാവയും ഉണ്ട്, ഈ കലാമൻസി ലൈമും ഉണ്ട്. അപ്പൊ ഏതാ ഈ കലാമൻസി? എനിക്ക് റെഡ് മതി. മണം നോക്ക്, ഒരു എന്തോ ഒരു മറ്റേ പെയിന്റ് അടിക്കണം മണം. എനിക്ക് എണ്ണയുടെ ഒക്കെ ഒരു മണം. അല്ലടി പെയിന്റ്, മറ്റേ കാറി എണ്ണ, ചീത്ത എണ്ണയില്ലേ. സ്റ്റാറൊക്കെ നല്ല കാണാൻ നല്ലതാട്ടോ. ലുക്ക് ഉണ്ട്. പുളി. ഓ
നീ ഏത് കളർ വാങ്ങിച്ചാ? ഞാനുണ്ട്. ഒരു മഞ്ഞ കഴിക്കും. ഞാൻ രണ്ട് കഴിക്കാം. മഞ്ഞല്ല പച്ച. അവളെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമോ? സെയിമാ. പുളി കൂടുതലാ. പത്തേക്ക് മുളക് കൂടുന്നുണ്ട്. പുളിയും മധുരമുണ്ട്. ഇപ്പം കുറച്ച് പുളിയും മധുരവും എല്ലാം കൂടെ അയച്ചിരിക്കുന്ന കുറച്ച് എരിവാവാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിച്ചോ? സ്പൈസി ഡിലീസോ, ക്രിസ്പി ഫ്രൈ, സ്പൈസി ഹെഡ്ലെസ്. എന്തോ ഒരു ഉണക്ക ഡ്രൈ മീനാണ്. നമ്മുടെ നാട്ടിലെ കൊഴുവയൊക്കെ പോലെ അതെന്തോ ഡ്രൈ ചെയ്തിട്ട് ഭയങ്കര സ്പൈസി. ഞാൻ നോക്കിയപ്പം വിയേർഡ് ഫുഡിൽ കണ്ട ഒരു സാധനമാണിത്. അപ്പൊ ഞാൻ പൊട്ടിക്കാം, കഴിക്കാൻ കൊണ്ട് കാൽസ്യം ഒക്കെ ഇട്ടിട്ട്. നമ്മൾ ഉണക്കിയ മീനിന്റെ മണം കഴിക്കാം. കണ്ടിട്ട് കഴിക്കണം നല്ലത്. എന്തോ പറയാ, ശരിക്കും കൊഴുവാ. ഞങ്ങൾ കൊഴുവാണല്ലോ പറയാം. ആ കൊഴുവ എനിക്ക് അടിക്കാൻ വലിയ പ്രൈസസ് ഉണ്ട്. എന്താ സോസിൽ മൊത്തം കഴിക്കാം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഇഷ്ടമായോ? കഴിക്കും. നീ എന്താ കഴിക്കാത്ത? ഞാൻ കഴിച്ചോണ്ടെങ്കിലേ എന്റെ അത്ര ഉള്ളു. നിന്റെ അതിനൊക്കെ ഉണ്ട്. കഴിക്ക്. ഇനി വേണം? വേണ്ട. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ചില്ലി എന്റെ സോസിന് എന്തോ വൃത്തികേടുണ്ട്. തുപ്പിയ ഇത് ശരിക്കും എന്റെ വായ കളഞ്ഞു കേട്ടോ. അങ്ങനെ മൂന്നാമത്തെ സാധനം ഞാൻ എടുക്കാൻ പോവാണ്. മൂന്നാമത്തെ അല്ലേ? എന്റെ കുറെ മിക്കതും ഗമ്മി ടൈപ്സ് ആണ്. പക്ഷെ ഇത് കുറച്ച് ഡിസ്കസ്റ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്താ ഓവൽസിന്റെ ബനാന ടോഫി. പഴത്തിന്റെ അതേ കളറുള്ള. ശരിക്കും അത്ര കുഴപ്പമുണ്ടാവും തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ കഴിച്ചോ? അങ്ങനെ പഴത്തിന്റെ മണം ഇഷ്ടമില്ല. എനിക്ക് പഴം ഇഷ്ടമാണ്. പക്ഷെ എന്തോ പോലെ കേട്ടോ. പഴവും ടോഫി മിക്സ് ആണ്. മനസ്സിലാവണേ മറ്റേന്റെ ടേസ്റ്റ് ആണ് വായത്. ആ ഉണക്കമ്മീന്റെ ടേസ്റ്റ് ഇങ്ങനെ വായി നിൽക്കുന്നുണ്ട്. കഴിക്ക്. എല്ലാത്തിനും മരുന്നുകൾ കൊണ്ടുവന്ന എല്ലാത്തിനും മരുന്നിന്റെ ചുക. എനിക്ക് പറ്റില്ല. അത് പഴം ഇഷ്ടമില്ല. അത് കഴിക്കണം. നീ അത് പോയി തുപ്പിയായിരുന്നു. ക്യാൻഡി ഹാർഡ് ക്യാൻഡി അതുകൊണ്ടോ. അത് കഴിച്ചു തീർക്കായിരുന്നു. കട്ട് ചെയ്താണ് ഞാൻ. ഇഷ്ടമല്ല. വേറെ കഴിച്ചോ? ഇത് വേറെ എന്തോ ഒരു സാധനം. മൊത്തത്തിലും കഴിക്കാല്ലേ. കഴിക്കണം. നോ എനിക്ക് നല്ലതുണ്ടോ? നിന്റെ അല്ലേ? അല്ല ഇനി എന്തായാലും നിന്റെ നല്ലതുണ്ടോ? എൻ്റെ ഒരു നല്ല സാധനം വരാൻ പോവാണ്. അപ്പൊ ഞാനത് വീക്കത് ഞാൻ കഴിച്ചു തരുന്നവരെ ഇവിടെ ഇരിക്കാം. നിങ്ങൾ കഴിക്കില്ല. കഴിക്കും. എനിക്ക് 5 സാധനം വാങ്ങാൻ ഇവിടെ എന്നോട് പറഞ്ഞേ. അപ്പൊ 5 സാധനം എനിക്ക് കിട്ടിയില്ല. എനിക്ക് 4 എണ്ണേ കിട്ടിയുള്ളൂ. ബാക്കിയൊന്നും എനിക്ക് അങ്ങനെ വീടായിട്ടൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പം എനിക്കൊരു സാധനം ഇങ്ങനെ വീടായിട്ട്, എനിക്കും ഭയങ്കര വീടായിട്ട് തോന്നുന്ന ഒരു സാധനം. വീടല്ല, എനിക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തൊരു സാധനം. അപ്പം അത് ഞാനിപ്പോ ഫ്രിഡ്ജിൽ ഇരിക്കാതെ എടുത്തിട്ട് വരാം. എനിക്കത് കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഛർദിക്കും. പക്ഷെ ഞാൻ എടുത്തിട്ട് അല്ല. ഇതെത്ര സസ്പെൻസ്, അത്ര വീടാ. അടച്ചു. എന്താ പ്രിപ്പയർ ചെയ്യുന്നവരും മിണ്ടരുത്. പ്രിപ്പയർ ചെയ്യാൻ എന്നിട്ട് കണ്ണു തുറന്നോ.
ഈ പച്ച മുട്ട കഴിക്കണം. കഴിക്കണം. ഞാനിത് പച്ചമുട്ട പൊട്ടിച്ചിടാൻ പോവാണ്. അത് 1 സ്പൂൺ കഴിക്കണം. പറ്റില്ല, ഇത് ചലഞ്ചാണ്. നീ കഴിക്കില്ലേ? നീ കഴിച്ചിട്ടുണ്ടോ? ഇല്ല, നീ ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ പൈസ ലാഭിച്ചത് കണ്ട. മുട്ടക്കൊക്കെ എന്താ വില? ഞാൻ നിനക്ക് കോരി തരും. ഒന്നും ഇടില്ല, ഒന്നും ഇടാൻ പറ്റില്ല. നന്നായി മിക്സ് ചെയ്യാം. സമയം ഉണ്ടാവും. എനിക്ക് ഛർദിക്കാൻ. അലമ്പല്ലേ? ഞാൻ കഴിക്കാം. ഞാൻ കഴിച്ചോളാം. ഞാൻ എടുത്തോളാം. ശരിക്കും ഞാനേക്ക് എടുത്തില്ല, സമ്മതിക്കില്ല. കിട്ടില്ല നിനക്ക്. കഴിക്കും. നീ One eternity later. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ അപ്പൊ ഞാൻ പൊട്ടനാ? കുറച്ചും കൂടെ നല്ല ഐഡിയ ആയിട്ട് വന്നല്ല. കഴിച്ചോ? പക്ഷെ എനിക്ക് ടേസ്റ്റ് അറിഞ്ഞില്ല ശരിക്കും. ഒരു വൃത്തിയായിട്ടൊരു ഒരു ഉപ്പ് രസം പോലെ. ഉപ്പാണോ? എന്തൊരു ടേസ്റ്റ്. ഞാൻ പെട്ടെന്ന് കഴിച്ചോണ്ട് മനസ്സിലായി. ഇത് കുറച്ച് സ്റ്റാൻഡേർഡ് ആയ സാധനമാണ്. വായിച്ചോ. എടമാമേ ഹൈ പ്രോട്ടീൻ സൂപ്പർ സ്നാക്ക്. ഇതിപ്പോ എന്താ പ്രശ്നം? ഓ, എന്റെയിലും ഉണ്ട് സെയിം. പിക്കിളാണ്. പക്ഷെ ഹെൽത്തി സ്നാക്കിൽ ഒരു പിക്കിൾ ഫ്ലേവേർഡ്. ഇതെങ്കിലും ഒരു സീനായില്ലാന്ന് തോന്നുന്നു. അറിയില്ല, നോക്ക്. മറ്റേ പയറ്, ഉണക്കിയ പയറ് പോലെയുണ്ട്. പയറല്ല, എന്തൊരു പറയുന്ന പീസോ? ആ, അല്ല, നമ്മുടെ അമരപ്പയറോ എന്താ എനിക്കറിയില്ല. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു പയറില്ലേ എടമാമേ? കഴിക്കാൻ പറ്റും. നോർമൽ ചിപ്സ് കഴിക്കുന്ന പോലെ വലിയ കുഴപ്പമൊന്നുമില്ല. അത്ര ഫ്ലേവർ അല്ല. ഇവിടെ വെച്ചിട്ട് നോക്കും. അപ്പൊ അവള് പിക്കിൾ എടുത്ത സ്ഥിതിക്ക് ഞാനും ഇത് ആര് കഴിച്ചു തീർക്കുന്നത് എനിക്ക് അറിയില്ല. പോപ്കോണോ? പിക്കിൾ ബോൾസ്. ഇത് നീ ഇന്ന് എവിടെ വാങ്ങിച്ചേ? ഇത് ഞാൻ വോൾമാർട്ടിൽ നിന്ന്. ഞാൻ ഇതുപോലെ സെയിം ഞാൻ ടാർഗറ്റ് കണ്ട. എനിക്ക് കുഴപ്പമുണ്ടായിരുന്നു. പിക്കിൾ എടുക്കും. അത് കഴിച്ചപ്പോ എനിക്ക് തോന്നുന്നു ഓക്കെ ആയിരിക്കും തോന്നുന്നു. എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് കുഴപ്പമില്ല. വീണ്ടും പിക്കയുടെ ടേസ്റ്റ് ഇടയ്ക്ക് അവസാനം വരുന്നുണ്ട്. എന്നാലും വലിയ വൃത്തിയാണ്. ഇഷ്ടമല്ല. ഇത് വെക്കാൻ പറഞ്ഞ വെക്കാനോ? പിക്കിളുടെ ടേസ്റ്റ് ഇല്ല. ഇതിന് എന്തോ ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ട്. ഇത് കഴിക്കാൻ പറ്റുന്നുണ്ട്. കഴിച്ചു കഴിയുമ്പോ ഓക്കെ ആവുന്നുണ്ട്. അടുത്തത് ഞാന് എനിക്ക് ഇതിന്റെ കഴിഞ്ഞില്ലേ? ഒരെണ്ണം കൂടെ ഉണ്ട്. ഇനിയുണ്ടോ? എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടായ മാംഗോന്റെ ഫ്ലേവറിലുള്ള ഒരു സാധനമാണ് അൺസ്വീറ്റൻ ഡ്രൈഡ് ചില്ലി സ്പൈസ്ഡ് മാംഗോ. എരിവാണ്. അത്ര എരിവുണ്ടാവില്ലടി. മാങ്ങയൊക്കെ ഉണക്കിയ മാങ്ങ പോലെ. എനിക്കത് കുഴപ്പമുണ്ടാവില്ല. ഇഷ്ടമായി. ഫാക്ടറൊന്നുമില്ല, ഇഷ്ടമാവുന്നില്ല. എനിക്കിഷ്ടമായി. എരിവുണ്ട് കേട്ടോ. ഇതൊക്കെ എരിവും മധുരവും പുളിയും എല്ലാവരും ടേസ്റ്റ്. ചില്ലിന്റെ കുത്തുണ്ട്. കഴിക്കാൻ പറ്റും. അടുത്ത എന്റെ സോൾ ക്യാൻഡി ആണ്. ഇതും വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഒരെണ്ണം കഴിക്കാം പറ്റുമായിരിക്കും. പുളിയാ? കുഴപ്പമൊന്നുമില്ല, പുളിയാ. എക്സ്ട്രീം എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ
പക്ഷെ അവസാനം എന്ത് മരുന്നിന്റെ ടേസ്റ്റ് വരുന്നത് എനിക്ക് അറിയില്ല. ഇത് നിനക്ക് ഏറ്റവും ഇഷ്ടമായത് ഏതാ? കഴിച്ചതിൽ എത്ര മുട്ടയായിരിക്കും? ഉണക്കമീൻ എനിക്ക് ഇഷ്ടമായി? അല്ല, ഇഷ്ടമായെന്ന് വെച്ചാൽ ലൈക്ക് ഫണ്ണി ആയത് എനിക്ക് തോന്നുന്നു ഉണക്കമീന. അതെ, പക്ഷെ ഇഷ്ടമായത് ഏതാ കഴിച്ചിട്ട്? ടേസ്റ്റ് വൈസോ എനിക്ക് നീ കൊണ്ടുവന്ന ആ ഒരു എടമാമയുടെ സാധനം ഇഷ്ടമായി. പ്രോട്ടീൻ സ്നാക്ക് ഹെൽത്തി. അത് ഇഷ്ടമായി. പിന്നെ ഭയങ്കര എനിക്ക് മാംഗോ ഇഷ്ടമായി. എനിക്ക് എരിവ് എനിക്ക് വീട് ഒന്ന് എനിക്ക് മുട്ട അത് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ ഇവിടെ കുക്ക് ചെയ്ത സാധനം പൊക്കി കൊണ്ടുവരികയായിരിക്കുന്ന ഞാൻ വിചാരിച്ചു. അതുകൊണ്ടൊക്കെ വീടായി. ഞാൻ മുട്ട തീരെ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഇതുപോലത്തെ മോർ കോണ്ടന്റ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. Till then, take care. Bye bye.